ഹേ ഗായ്സ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം മൂന്നാറിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങിൽ നേരെ ഞാൻ ഹോട്ടലിൽ ചെന്നപ്പോൾ ഉള്ള കാഴ്ചയാണ് കാണുന്നത്. രാവിലെ നമ്മൾ സ്വാഗതം ചെയ്യാനായിട്ട് ഒരാൾ ഫ്രണ്ടിലുണ്ടായിരുന്നു. പുള്ളിക്കാരൻ എന്തൊക്കെയോ പറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ മുകളിൽ ഇരുന്ന് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ ഗസ്റ്റിനെ പിക്ക് ചെയ്തതിന് ശേഷം നേരെ പോയത് തേക്കടി സ്പൈസ് പാലസ് എന്ന് പറയുന്ന ആയുർവേദിക് ഗാർഡനിലേക്കാണ്. അപ്പോൾ അവിടെ ചെന്ന് ഗസ്റ്റിന് ഒരു ഗാർഡൻ വിസിറ്റ് കൊടുത്തു. അപ്പോൾ ഗസ്റ്റ് അത് കാണാൻ വേണ്ടി പോയി. അപ്പോൾ ഞാൻ നേരെ മുകളിലേക്ക് പോയിട്ട് നമ്മുടെ ഫ്രണ്ട്സിനെ എല്ലാത്തിനെയും കാണാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ മുകളിലേക്ക് വന്നപ്പോഴത്തേക്ക് എല്ലാവരും അവിടെ ഇരിപ്പുണ്ട്. എല്ലാവരും അവിടെ ഇരുന്ന് മൊബൈലിലൊക്കെ എന്തോ കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് തേക്കടി സ്പൈസ് പാലസ്. ഇതാണ് നമ്മുടെ ഫ്രണ്ട്സ്. അവർ എല്ലാവരും മൊബൈലിലുള്ള ഒരു എന്തൊക്കെയോ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാര്യമായിട്ട് എന്തൊക്കെയോ ചർച്ചയും ചെയ്യുന്നുണ്ട്. അവിടുന്ന് നേരെ ഞങ്ങൾ ഇറങ്ങി നേരെ പോയത് മൂന്നാറിലേക്കാണ്. ചിന്നക്കനാല് ക്ലബ് മഹീന്ദ്രയായിരുന്നു. അവിടെ ചെന്നപ്പോൾ നമ്മുടെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. നമ്മുടെ ഡ്രൈവർ സുഹൃത്തുക്കൾ ഒത്തിരി പേരുണ്ടായിരുന്നു. എൻ്റെ പഴയകാല സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ട് വൈകുന്നേരം ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് എഴുന്നേക്കുന്നത്. ഇത് കണ്ടല്ലോ, നല്ല അടിപൊളി ഒരു സൺറൈസാണ് ഗൈസ്. എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു സൺറൈസ് ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. വെറുതെ എല്ലാ ആൾക്കാരെല്ലാവരും കൊളുക്കുമ്പോഴേക്ക് ജീപ്പ് കൊടുത്തിട്ട് പോകും. അടിപൊളി ഒരു സൺറൈസാണ്. അവിടെ നിന്ന് നേരെ ഞങ്ങൾ റെഡിയായിട്ട് രാവിലെ ഒരു 10 മണിയായപ്പോൾ റെഡിയായി നേരെ പോയത് ആനച്ചാലിലേക്കാണ്. അവിടെ ചെന്ന് ഫസ്റ്റ് നമ്മൾ കയറിയത് ഈ ഹോട്ട് എയർ ബലൂണിലാണ് ഗൈസ്.